കൃഷ്ണ. കൃഷ്ണാവബോധം ഒരു വഴികാട്ടി. ആധാരം ഗുരു, സാധു, ശാസ്ത്രം. ശ്രീലാൽ നരോത്തമദാസ് ഠാക്കൂർ ഉപദേശിക്കുന്നു. സാധു ശാസ്ത്ര ഗുരു വാക്യ ചിത്തത്തെ കരിയ ഐക്യ. ആധ്യാത്മിക ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിൻ്റെയും സാധുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സാധുവോ ഗുരുവോ ശാസ്ത്രങ്ങളിൽ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ നിർദ്ദേശിക്കാറില്ല. ഇപ്രകാരം ശാസ്ത്രവാക്യങ്ങൾ ഗുരുവിൻ്റെയും സാധുവിൻ്റെയും വാക്യങ്ങളോട് യോജിക്കുന്നുണ്ട്. അതിനാൽ ഒരു വ്യക്തി വിജ്ഞാനത്തിൻ്റെ ഈ അടിസ്ഥാന തത്വങ്ങളെ ആധാരമാക്കി വേണം പ്രവർത്തിക്കാൻ. അഥവാ ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 4-ാം അധ്യായം 8-ാം ശ്ലോകം. കൃഷ്ണാവബോധത്തിന്റെ തത്വശാസ്ത്രവും പരിശീലനവും ഗുരു സാധു ശാസ്ത്രങ്ങളാൽ നൽകപ്പെട്ടതാണ്. ശാസ്ത്രം എന്നത് ഈശ്വരന്റെ അഥവാ ആത്മസാക്ഷാത്കാരം നേടിയ ഭഗവത് ഭക്തന്മാരുടെ വചനങ്ങളാണ്. വൈഷ്ണവർ കർശനമായി ശാസ്ത്രങ്ങളെ പിന്തുടർന്നു വരുന്നു. വൈഷ്ണവന്മാർ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രങ്ങളും ഭാഷ്യങ്ങളും മാത്രമേ ആധികാരികമെന്ന് കരുതുവാനാകൂ. ആധികാരികമായിട്ടുള്ളതിനെ അതേപടി സ്വീകരിക്കണം. നമ്മുടെ സങ്കുചിത ബുദ്ധിയിൽ ഉദ്ദേശിക്കുന്ന അഭിപ്രായങ്ങളെ ആധാരമാക്കിയല്ല നിരപേക്ഷ സത്യത്തെ കാണേണ്ടത്. നിരപേക്ഷ സത്യമായ കൃഷ്ണാവബോധം കാലാതീതവും ശാശ്വതവുമായ ഭക്തിയുത സേവനത്തിലൂടെ കൈമാറപ്പെടുന്നു. ഇത് ബ്രഹ്മാവ്, നാരദൻ, ശിവൻ മുതലായ മഹാജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇടമുറിയാത്ത ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഇന്നും ഈ പ്രക്രിയ സ്വീകരിച്ചു പോകുന്നു. വളരെയധികം ജനങ്ങൾ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നതിൽ ഔത്സുക്യം കാണിക്കുകയും സ്വജീവിതത്തിൽ അത് പാലിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഥോചിതമായ മാർഗനിർദ്ദേശമോ സത്സംഗമോ ഇല്ലാത്തതു കാരണം അവർ പ്രാരംഭഘട്ടത്തിനുപരിയായി പുരോഗമിക്കാനാകുന്നില്ല. അവരുടെ അറിവും കൃഷ്ണാവബോധ പരിശീലനവും പലപ്പോഴും തെറ്റായ രീതിയിലാണ്. മതിയായ പക്വതയുടെ അഭാവവും ശുദ്ധമായ ഭക്തിയുത സേവനത്തിന്റെ തന്റേതായ ഊഹാപോഹങ്ങളുമായി കൂട്ടിക്കലർത്താനുള്ള പ്രവണതയുമാണ് ഇതിന് കാരണം. ഒരർത്ഥത്തിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള ഏതൊരു തുടക്കവും ഒരു നല്ല കാര്യമാണ്. എന്നാൽ ഭക്തിയുത സേവനത്തിൽ യഥാർത്ഥ ജീവിതം കൈവരിക്കണമെങ്കിൽ ആധികാരികമായ പ്രക്രിയ തന്നെ സ്വീകരിക്കണം. വിശ്വാസ്യനായ ഒരു ആത്മീയ ഗുരുവിനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. വെറും ബാഹ്യ പരിശീലനത്തിന്റെ ബലത്തിൽ സ്വയം ഒരു ഭക്തൻ എന്ന് കരുതുന്നത് പ്രയോജനം ചെയ്യുകയില്ല. ഭക്തിയുത സേവനത്തിൽ മുന്നേറുവാൻ താല്പര്യമുണ്ടായിട്ടും വ്യക്തിപരമായ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവമുള്ളവർക്ക് ഈ പുസ്തകം വളരെ സഹായകമാകും. നവാഗതരായ ഭക്തന്മാർക്ക്
ഭക്തിമാർഗത്തിൽ അനാവശ്യമായ ചിന്താക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് വീഴ്ച പറ്റാത്ത ഗുരു, സാധു, ശാസ്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കുറഞ്ഞപക്ഷം വായനക്കാർ തിലകധാരണ, സങ്കീർത്തനം തുടങ്ങിയവയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തേണ്ടി വരുന്നില്ല. എന്നിരുന്നാലും ഒരു ആത്മീയ ഗുരുവിനെ ശരണം പ്രാപിച്ച് മന്ത്രദീക്ഷ ഏറ്റുവാങ്ങി അദ്ദേഹത്തെ സേവിക്കുന്നത് ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഹരേ കൃഷ്ണ.